അലർജിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അലർജി കുറയുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് അലർജിയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ പല വിറ്റാമിൻസുകളും കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഈ വിറ്റാമിൻ ഒക്കെ കുറഞ്ഞിട്ടുള്ള ആളുകൾ അലർജിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടാറില്ല. ഏതെങ്കിലും വിറ്റാമിൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ നമ്മൾ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറ്. ആദ്യമായിട്ട് വിറ്റാമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂടാനും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലർജിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യണം. വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ സപ്ലിമെന്റ്സ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കണ്ണു ചൊറിച്ചിൽ, അതുപോലെ ചെവി ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിലൊക്കെ കൂടുതൽ അനുഭവപ്പെടുന്ന ഒരാളാണെങ്കിൽ വിറ്റാമിൻ സി കുറഞ്ഞ ആളുകളാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങൾ വേണ്ടത് വിറ്റാമിൻ സി കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അധികം ആളുകൾക്കും പുളിയുള്ള ഓറഞ്ച്, മുസമ്പി ഒന്നും കഴിക്കാൻ പറ്റണമെന്നില്ല. പേരക്ക, നെല്ലിക്ക, പലതരത്തിലുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ 1-2 തവണ ആഴ്ചയിലൊക്കെ കിവി ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തുന്ന വഴി തന്നെ നമുക്ക് നല്ല രീതിയിൽ വിറ്റാമിൻ സി കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. വളരെ സുലഭമായിട്ട് ചെറിയ മീനുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. എന്നാൽ എല്ലാവർക്കും മീൻ ഇഷ്ടമാണെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒമേഗ 3 സോഴ്സുകൾ ആശ്രയിക്കാവുന്നതാണ്. നമ്മൾ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ വാൾനട്ട്, ബദാം, ഡെയിലി നമ്മൾ ഇതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഇതുവഴി തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടുന്നതാണ്. അതുവഴി തന്നെ നമുക്ക് ഈ അലർജിയുടെ ബുദ്ധിമുട്ടുകൾക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, വിറ്റാമിൻ ഇ നല്ല കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്സിന്റെ വികസിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറയുമ്പോഴാണ് ആസ്മയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ചുമയും ആസ്മയൊക്കെ ഉള്ള ആളുകൾ വിറ്റാമിൻ ഇ അവർക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. വിറ്റാമിൻ ഇ കൂടുതൽ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ എന്തായാലും കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ബദാം, അതുപോലെ ഒലീവ് ഓയിലൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അവോക്കാഡോ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. എല്ലാതരം ഇലക്കറികളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. അതുവഴിയൊക്കെ തന്നെ വിറ്റാമിൻ ഇ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കിട്ടുന്നതാണ്. ഇതിന് പുറമെ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര് നന്നായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ചെറിയ മീനുകൾ, പ്ലാൻ ബേസ്ഡുള്ള പ്രോട്ടീനുകളാകുമ്പോൾ അത്ര അലർജി ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾ ചെറുപയർ, കടല, പരിപ്പ് പോലുള്ള എല്ലാതരം പ്രോട്ടീൻസും കൂടുതലായിട്ട് ഉൾപ്പെടുത്തി നോക്കുക. ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് മാറ്റം വരുത്താൻ ശ്രമിക്കുക. അലർജിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അലർജിയായി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇന്ന് മുതൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും.